அன்போடு காதலன் நான் எழுதும் கடிதமே എങ്ക പാത്താലും നീങ്ങളാന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാം യൂട്യൂബും ഒക്കെ ഓപ്പൺ ആക്കിയാൽ ഈ ഒരു പാട്ട് മാത്രമാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ കമലഹാസൻ സാറിനെ പോലൊക്കെയുള്ള ലെജൻസ് ചെയ്തു വെച്ച് ഒരുപാട് ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പാട്ടിന് ഈ 2024 ഇത്രയും ഒരു ഇമ്പാക്റ്റ് എവിടുന്ന് വന്നു അറിയണമല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം കണ്ടാണ് സത്യം പറഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് കാണണമെന്ന് തീരുമാനിച്ചത്. ഞാൻ പോയി കണ്ടു. ഉള്ള സത്യം പറയാലോ, പടത്തുനിന്ന് വെളി വരാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. എന്ന് വെച്ചാൽ ആ പടം കണ്ടിട്ട് ആ ഓരോ സീനുകളും ഇങ്ങനെ മനസ്സിലങ്ങ് തങ്ങിക്കിടക്കുകയാണ്. അത്ര വളരെ ഇഷ്ടപ്പെട്ടു. ഞാനതിൻ്റെ ഒരു റിവ്യൂ എന്നൊരു രീതിയിലൊന്നും അല്ല, ഞാൻ എങ്ങനെയാണ് ആസ്വദിച്ചതെന്ന് നിങ്ങളോട് പറയാമെന്ന് കരുതി. എന്ത് ചെയ്താലും ഇപ്പം നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയുമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ചിലരൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിരുന്നു എന്നൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. വലിയ ടെക്നിക്കലായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷേ സൗഹൃദത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ സൗഹൃദ സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു സിനിമയാണ് എനിക്ക് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ചില സിനിമകളും അതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാമെന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? അപ്പോൾ എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഈ സിനിമ കഴിഞ്ഞും മണിക്കൂറുകളോളം ഒരു ദിവസം പിന്നിട്ടിട്ടും അതിലെ സീനുകൾ കണ്ണടയ്ക്കുമ്പോൾ ആ സീനുകളാണ് അതാണ് മനസ്സിൽ വരുന്നത്. കാരണം നമ്മൾ ഈ ഗുണ കേവും അതിൻ്റെ ഉൾവശവും പിന്നെ കുറച്ച് നമുക്ക് പേടിയൊക്കെ തോന്നും. ഞാൻ ഒറ്റയ്ക്കാണ് ഈ സിനിമ കാണാൻ പോയത്. അപ്പം അതിനുള്ളിൽ ഈ ഓരോ ഷോട്ട്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് എന്താകും എന്നുള്ള ടെൻഷനാണ് ആ പിള്ളേരെ. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഇടയ്ക്കൊക്കെ. പിന്നെ അതിൻ്റെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് കുറേ മഴയും പിന്നെ ഇവരുടെ ആ ഒരു ഭീതിയും ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ഇതെന്താകും ഇതിൻ്റെ അവസാനം എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. അറ്റ് ദ എൻഡ് ക്ലൈമാക്സ് സൂപ്പറായിരുന്നു. ക്ലൈമാക്സിൽ വന്നിട്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞു. സത്യം, ഞാൻ അവസാനം ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു കരഞ്ഞത്. കാരണം അടുത്തിരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി. കാരണം എനിക്ക് സൗണ്ടൊക്കെ പുറത്തോട്ട് വന്നു. അത്രയ്ക്ക് ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരാളാണ് കേട്ടോ. ചിരിക്കുവാണെങ്കിൽ ഉറച്ച് ചിരിക്കും, കരയുവാണെങ്കിൽ ഉറച്ച് കരയും, പേടിക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയുടെ എൻഡ് വന്നപ്പോഴത്തേക്കിനെ ഞാൻ അറിയാണ്ട് ഈ ഒരു സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അപ്പുറത്തുനിന്ന് ആരോ നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പം അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഈ സൗഹൃദത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയൊരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഞാൻ ആലോചിച്ചിരുന്നു ഈ പേരെന്താ ഇങ്ങനെ വന്നേന്ന്. പക്ഷേ കിടിലമാണ്, നല്ല സിനിമയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ആരെങ്കിലും കാണാനുള്ളവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ്. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ പോയി കണ്ടോളൂ, നല്ല സിനിമയാണ് സത്യം. പിന്നെ ഞാനൊരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഈ ഒരു സിനിമ, അതിൻ്റെ കുറേ കഥാപാത്രങ്ങൾ, അതിൽ അഭിനയിച്ചവരെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളൊരു ഫാമിലിയാണല്ലോ, ഞാൻ എന്ത് കണ്ടാലും നിങ്ങളോട് ഒന്ന് പറയുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. സോ ഡ്രോപ്പ് യുവർ വാല്യുബിൾ കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് മൈ ഇൻസ്റ്റഗ്രാം പേജ്. ടാറ്റ, ബൈ ബൈ, ടാറ്റ.